ഉച്ചയോടുകൂടി നമുക്ക് വയനാട്ടിൽ ലഭ്യമാകുന്ന വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വിവിധ നിലവാരത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള NDRF ടീമുകളെ ഒന്നും ഇപ്പോൾ ഇളക്കിയിട്ടില്ല. കാരണം ആ ജില്ലകളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നാദാപുരത്ത് വിലങ്ങാട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ വാർത്തകൾ ലഭ്യമായിട്ടുണ്ട്. പീച്ചി ഡാം പൂർണ്ണമായിട്ടും ഇപ്പോൾ തുറന്നു. അപ്പോൾ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യിച്ചിട്ടുള്ള NDRF ടീമുകളെ ഒന്നും ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആർക്കോണത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുതിയതായി 2 NDRF ടീമുകളെ കൂടി വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. കൃത്യതയോടുകൂടി ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്താനാകുന്നൊരു വിവരം നമ്മൾ നൽകുന്നില്ല. അത് പഠിച്ചും പരിശോധിച്ചും വരികയാണ്. ഇതിൻ്റെ ഒരു പ്രയാസം നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലമാണ്. ഇത് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ മലയുടെ താഴത്തുള്ള പ്രത്യേകമായിട്ടുള്ള പ്രദേശമാണ്. അതിൻ്റെ ബസാർ മേഖലയിലാണിപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെയുമായി ബന്ധപ്പെടാനുള്ള വഴികൾ അടഞ്ഞതുകൊണ്ട് മറ്റു പല മാർഗങ്ങളിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. ADM-ഉം കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു വഴിയിലൂടെ ഇതിൻ്റെ തൊട്ടടുത്ത് അങ്ങാടി പ്രദേശത്ത് ബസാർ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു ടീമാണിപ്പോൾ NDRF-ന്റെ നേതൃത്വത്തിൽ നേരിട്ട് അങ്ങോട്ട് കടക്കാനുള്ള സൗകര്യം. ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, ഒരു ഘട്ടമായതിനു ശേഷം അത് പറയും. ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഒന്ന് അതിന്റെ വ്യാപ്തി ഒന്ന് നോക്കിയിട്ട് കൃത്യമായ കണക്ക് നമുക്കതിൻ്റെ ഒരു കൃത്യം വിവരം ലഭ്യമല്ല. കാരണം ഓരോ പോയിന്റിൽ നിന്നും കിട്ടുന്നത് ഏകദേശം എന്ന കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യം പറയുന്നില്ല. പക്ഷെ പോയിന്റുകൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം മഴയും കാറ്റും വല്ലതുപോലെ വന്നതുകൊണ്ട് മൊബൈൽ സൗകര്യം പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ മൊബൈലിൽ കിട്ടുന്നുണ്ട്. സൈറ്റുകൾ അയച്ചു തരാൻ, അതായത് ലൊക്കേഷൻ അയച്ചു തരാൻ ആളുകൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ചേസ് ചെയ്യാണ്. ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് കടക്കാനുള്ള ആക്സസ് പൂർണ്ണമായിട്ടുണ്ടായാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോകുന്ന NDRF ടീം ആ ആക്സസ് ഉണ്ടാക്കി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിനുള്ളിൽ ആളുകളെ മാറ്റൽ പൂർണ്ണമാക്കി നടത്തണം എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ധാരണയിലായിട്ടുള്ളത്. ഞങ്ങൾ 9:30 മണിയോടുകൂടി അങ്ങോട്ട് തിരിക്കും. അങ്ങനെ ഒരു നമ്പർ ഏകദേശം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് പോകരുത്. കാരണം കൃത്യമായ അറിവില്ലാതെ ഒരു ധാരണ അങ്ങനെ പറയാനാണ്. അതെ.